ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഗോൾഡ് സ്കീം പുതിയൊരു സ്കീം ആഡ് ചെയ്യുന്നതും ആ സ്കീമിലോട്ട് ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നതും ആ കസ്റ്റമറിൻ്റെ ഓരോ മാസത്തെ പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കുന്നതും ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ആദ്യമായിട്ട് ഗോൾഡ് സ്കീം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അത് ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഗോൾഡ് സ്കീം എന്ന് പറഞ്ഞ പേജിലോട്ട് പോകും. ഇവിടെ കറസ്പോണ്ടിങ് പുതുതായിട്ട് ഏതൊക്കെ സ്കീമുണ്ട്, നിലവിൽ ഏതൊക്കെ സ്കീമുണ്ട് അതിനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. പുതിയതായിട്ടൊരു സ്കീം ആഡ് ചെയ്യുകയാണ്. സ്കീം ഞാൻ ഓഗസ്റ്റ് സ്കീം ഇയർലി ഇൻട്രസ്റ്റ് 9% മന്ത്ലി ഡെപ്പോസിറ്റ് 1000 വെച്ച് ആഡ് ചെയ്യുന്നു. ഇപ്പം ഓഗസ്റ്റ് സ്കീം കാണാം. മന്ത്ലി ഡെപ്പോസിറ്റ് 1000, ഇയർലി ഇൻട്രസ്റ്റ് 9. അതിൻ്റെ കറസ്പോണ്ടിങ് മന്ത്ലി ഇൻട്രസ്റ്റ് ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. നമുക്കിത് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഞാനിപ്പം പുതിയതായിട്ടൊരു സ്കീം ആഡ് ചെയ്തു. ഇനി സ്കീം ഒരു കസ്റ്റമറുമായിട്ട് യോജിപ്പിക്കണം. അതിനാണ് എൻലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ എൻലിസ്റ്റിംഗ് പോയപ്പോൾ നേരത്തെ കസ്റ്റമറും സ്കീമുമായിട്ട് യോജിപ്പിച്ച ലിസ്റ്റ് മുഴുവൻ കാണിക്കും. എൻലിസ്റ്റ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് കസ്റ്റമർ സ്കീം ലിസ്റ്റിലോട്ട് പോകും. ഇവിടെ ഓരോരുത്തരും ഓരോ കസ്റ്റമറും സ്കീമുമായിട്ട് യോജിപ്പിച്ചും അവരുടെ സ്റ്റാറ്റസും അവരെന്തൊരു ടോട്ടൽ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്, മച്ചുവേർഡ് ആണോ, റെമിറ്റ് ചെയ്തിട്ടുണ്ടോ, പേയ്മെൻറ്റ് നടത്താനുള്ളതാണോ, ഇതെല്ലാം ഡീറ്റെയിൽസ് കാണാം. ഇനി നമുക്ക് പുതിയതായിട്ടൊരു കസ്റ്റമർ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത സ്കീമിലോട്ട് ഒരു പുതിയ കസ്റ്റമർ വന്നു, പുതിയ സ്കീമുണ്ട്. ആ സ്കീമിലോട്ട് ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ നെയിം എഡ്വിൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ, സ്കീം നെയിം ഇപ്പം പുതിയതായിട്ട് ആഡ് ചെയ്ത് ഓഗസ്റ്റ് സ്കീം, മന്ത്ലി ഇൻട്രസ്റ്റ് ഇയർലി ഇൻട്രസ്റ്റ് 9, മന്ത്ലി ഡെപ്പോസിറ്റ് 1000, സ്റ്റാർട്ട് ഡേറ്റ്, മച്യൂരിറ്റി ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, ഈ 3 ഫീൽഡ് നമ്മൾ കൊടുക്കും. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാനിന്ന് ജൂലൈ 3, 2023 ജൂലൈ 3 കൊടുക്കുവാണെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ് 2024 ജൂൺ 3 ആയിരിക്കും. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ മാസത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഇത്തവണത്തെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസം 3 ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഈ മാസമായിരിക്കും, അതിൻ്റെ ഡ്യൂ ഡേറ്റ് അടുത്ത മാസം 8, മച്യൂരിറ്റി ഡേറ്റ് 6 അപ്പം നമുക്ക് പേയ്മെൻറ്റ് നടത്തുമ്പം ഈ മാസത്തെ അടയ്ക്കാം. പിന്നെയുള്ള അടുത്ത മാസം വന്നാൽ മാത്രമേ നമുക്ക് അടയ്ക്കത്തുള്ളൂ. അപ്പം ടെസ്റ്റിംഗ് പർപ്പസ് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഈ മാസം ഈ രീതിയിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നിങ്ങളെ മൊത്തം 11 മാസത്തെയും പേയ്മെൻറ്റ് നടത്തുന്നത് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു വർഷം പുറകിലോട്ട് ഇടുവാണ്. ഞാൻ 2022 ഓഗസ്റ്റ് മാസം 8 എടുക്കുന്നു. അപ്പം 2022 ഓഗസ്റ്റ് 8 എന്ന് പറയുമ്പം അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് കറസ്പോണ്ടിങ് 2023 ജൂലൈ 8. അതിൻ്റെ ഡ്യൂ ഡേറ്റ് നമുക്ക് 2022 മാത്രമേ ഉള്ളൂ. സെപ്റ്റംബറിലാണ് ആദ്യത്തെ. സെപ്റ്റംബറിൽ നമുക്ക് 8 അങ്ങ് കൊടുക്കാം. ഓഗസ്റ്റിൽ തുടങ്ങുന്ന സ്കീം സെപ്റ്റംബറിൽ 8 ആദ്യത്തെ തവണ അടയ്ക്കണം. അതാണ് ഡ്യൂ ഡേറ്റ്. അപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ഡേറ്റ്, മച്യൂരിറ്റി ഡേറ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ പുതിയൊരു കസ്റ്റമറും ആ സ്കീമിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. ഓഗസ്റ്റ് സ്കീം ടോട്ടൽ എമൗണ്ട് 0 ആയിരിക്കും, കാരണം നമ്മൾ ഇതുവരെയായിട്ടും എമൗണ്ട് ഒന്നും പേ ചെയ്തിട്ടില്ല. ഇനി പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് കിടക്കുകയാണ്. പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് കടന്നു കഴിയുമ്പം നമുക്ക് എല്ലാ മാസവും അടയ്ക്കേണ്ട, നമ്മൾ കറസ്പോണ്ടിങ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഇവിടെ മേക്ക് എ പേയ്മെൻ്റ് എന്ന് ഈ ഓഗസ്റ്റ് മാസം മാത്രമേ കാണിക്കുള്ളൂ. ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കും. നമ്മളിവിടെ കഴിഞ്ഞ വർഷം ഇപ്പം ടെസ്റ്റിംഗ് പർപ്പസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു വർഷം പുറകിലോട്ട് ഇട്ടെടുത്തത്. അപ്പം ഞാൻ ഒരു പേയ്മെൻറ്റ് നടത്തുക. കഴിഞ്ഞ സെപ്റ്റംബറിലെ പേയ്മെൻറ്റ് 1000 രൂപ. പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ്, മേക്ക് എ പേയ്മെൻറ്റ്. അപ്പോൾ ഇത് പെയ്ഡായി. അടുത്ത മേക്ക് എ പേയ്മെൻറ്റ് അടുത്ത മാസത്തേത്. പേയ്മെൻറ്റ് ടൈപ്പ് ക്യാഷ്. ഓരോ മാസം വരുമ്പോൾ അതിൻ്റെ ഡ്യൂ ഡേറ്റ് കാലാവധിക്ക് മുന്നേ
പേയ്മെൻറ്റ് നടത്തണം, അതാണ് കാണിക്കുന്നത്. ഈ പേയ്മെൻറ്റ് നടത്തി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ മന്ത്ലി ഇൻട്രസ്റ്റ് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ക്ലോസ് ആയിപ്പോയി പിന്നീടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ഒന്നും കിട്ടുകയില്ല. നമ്മളിപ്പോൾ എല്ലാ മാസവും അടയ്ക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ മാസവും 1000 രൂപ വെച്ച് അടയ്ക്കുന്നു. ഈ പേയ്മെൻറ്റ് ഒറ്റയടിക്ക് എല്ലാ മാസത്തെയും ചെയ്യത്തില്ല, ഓരോ മാസം കഴിയുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു വർഷം പുറകിലോട്ട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ മാസത്തെയും എടുക്കാൻ പറ്റുന്നത്. പേയ്മെൻറ്റ് ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ഇപ്പം 11ാം മാസത്തെ അടയ്ക്കാൻ പോവാണ്. 1000 രൂപ അടച്ചു, ക്യാഷ് പേയ്മെൻറ്റ്. ഇപ്പം നമ്മൾ 11 മാസത്തെ അടച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാം അതിൻ്റെ ഡ്യൂ ഡേറ്റ് 8-ാം തീയതി അടച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റുകൾ വന്ന് കാണാം. 8 ഒക്ടോബർ, 8 നവംബർ, 8 ഡിസംബർ, 8 ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പം നമ്മൾ 11 മാസത്തെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടോട്ടൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുമ്പം ഈ 11 മാസത്തെ പെയ്ഡ് എമൗണ്ട് പ്ലസ് 11 മാസത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം എഡ്വിൻ എന്ന് പറഞ്ഞ കസ്റ്റമറിന് ഓഗസ്റ്റ് ടീമിൽ ആഡായ എഡ്വിൻ എന്ന് പറഞ്ഞ കസ്റ്റമറിൻ്റെ ടോട്ടൽ എമൗണ്ട് 11,495 റുപ്പീസാണ്. മച്ചുവേർഡ് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് റെമിറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ ഈ കറസ്പോണ്ടിങ് വാല്യൂ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലോട്ട് ആഡാവും. അപ്പം റെമിറ്റ് പേയ്മെൻറ്റ് ഞെക്കി കഴിയുമ്പം നമുക്ക് മെസ്സേജ് വരും, കസ്റ്റമർ ബാലൻസ് ആഡഡ് സക്സസ്ഫുള്ളി റെമിറ്റഡ് ആയി. ഇനി ഈ ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ മാസം എന്തെങ്കിലും അടച്ച് എല്ലാം ലിസ്റ്റ് മുഴുവൻ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ഒരു സ്കീമിലോട്ട് ആഡ് ചെയ്ത് ആ സ്കീമിൽ ഓരോ മാസത്തെ തവണ അടയ്ക്കുന്ന 11 മാസം തവണ അടച്ച് മച്ചുവേർഡ് ആയവരുടെ ടോട്ടൽ എമൗണ്ട് കസ്റ്റമറിൻ്റെ ബാലൻസിലോട്ട് ആഡ് ചെയ്യുന്നത്. നമുക്ക് കസ്റ്റമർ പേജിൽ പോയി കസ്റ്റമറിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കറസ്പോണ്ടിങ് ബാലൻസ് ഇവിടെ കയറിയിരിക്കുന്നത്. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്.